തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരിക്ക് ചികിത്സാ പിഴവ് നേരിട്ടതായി പരാതി. ശ്വാസം മുട്ടലിന്റെ ചികിത്സയ്ക്കു ശേഷം പെരിങ്ങമല സ്വദേശി ലിജിതയുടെ മകൾക്ക് കൈവിരലുകളുടെയും ഇടതുകാലിന്റെയും ചലനം നഷ്ടപ്പെട്ടതായാണ് ആരോപണം. പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയൻകീഴ് ശാന്തിവിള താലൂക്ക് ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിച്ചു. കഴിഞ്ഞ മാസം 28-നാണ് തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശി ലിജിതയുടെ മകൾക്ക് കലശലായ ശ്വാസം മുട്ടൽ നേരിട്ടത്. രോഗം മൂർച്ഛിച്ചതോടെ അന്നേ ദിവസം തന്നെ ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയെന്ന നിലയിൽ അധികൃതർ ഇഞ്ചക്ഷൻ നൽകി. എന്നാൽ ഇഞ്ചക്ഷന് പിന്നാലെ കുട്ടി അവശയായെന്ന് ലിജിത പറയുന്നു. 28-ാം തീയതി രാത്രി കുഞ്ഞിന് ശ്വാസമുട്ടൽ കൂടി ശാന്തിവിള നേമം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഡ്യൂട്ടി ഡോക്ടർ കൊച്ചിന് നെബുലൈസേഷനും പിന്നെ ഇഞ്ചക്ഷനും കൊടുത്തായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഹം വിറച്ച്, ചുണ്ടൊക്കെ വിറച്ചു വിടാം, ദേഹം മൊത്തം വിറച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർ അത് പറഞ്ഞ് ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടേക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിച്ചിട്ടും സാരമില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂൾ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് വീണ്ടും കുഴഞ്ഞു വീഴുന്നു. തിരിച്ച് വീണ്ടും നേമം താലൂക്ക് ആശുപത്രിയെ കൊണ്ട് കാണിച്ച സമയത്ത് അവരുടെ ചികിത്സാ പിഴവല്ല. ഞങ്ങളത് വ്യക്തമായിട്ട് OP ടിക്കറ്റ് മുഖേന കാണിച്ചിട്ടും അവർ നമ്മളത് തിരിച്ച് ആർഗ്യുമെന്റ് ചെയ്ത് നമ്മുടെ സംസാരിച്ചു. ശാന്തിവിള ആശുപത്രിയിൽ തന്നെ പെൺകുട്ടിയെ വീണ്ടും ചികിത്സയ്ക്കെത്തിച്ചു. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും അധികൃതർ മറുപടി നൽകി. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഇഞ്ചക്ഷൻ എടുത്തതിലെ വീഴ്ചയാകാമെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ കണ്ടെത്തൽ. കൈവിരലുകൾക്കും ഇടതുകാലിനും ചലനം നഷ്ടപ്പെട്ടതോടെ 9ാം ക്ലാസ്സിലെ പരീക്ഷയും കുട്ടിക്ക് നഷ്ടമായി. പിന്നാലെ ശാന്തിവിള താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ കുടുംബം നേമം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.